ഈ മത്തിപ്പീര മില്യൺ കണക്കിന് ആളുകൾ കണ്ടത് വെറുതെ ഇല്ല കേട്ടോ. അത്രയ്ക്ക് രുചിയാ. കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കല്ലുപ്പായതുകൊണ്ടാണ് കേട്ടോ ഉപ്പും വെള്ളം ചേർക്കണത്. പിന്നെ പോരാത്ത വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. വൃത്തിയാക്കി വരകി വെച്ച നമ്മളെ ചാളയിലേക്ക് ഈ മസാല ഇങ്ങോട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് അവനവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടാ. നമ്മൾ ഈ മത്തിനെ ചാള എന്നാണ് പറയാറ്. റോബ്സ് കുക്ക് വേൾഡ് എന്ന് പറഞ്ഞ ചാനലിലാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. ഇനി കുറച്ച് കൊച്ചുള്ളിയും ഒരു 1.5 കൈപ്പിടി നാളികേരവും 1 ടീസ്പൂൺ ചതച്ചമുളക്. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചതച്ചമുളക് ചേർത്ത് കൊടുക്കട്ടോ. ഈ ഒരു ചമ്മന്തി അവിടെ മാറ്റി വെക്കുക. ഇതാണ് നമുക്ക് പീരുണ്ടാക്കാൻ വേണ്ടത്. ഇനി അടപ്പത്ത് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. അതൊന്നൊഴിച്ചിട്ട് നമ്മളെ ചാളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാട്ടോ. 2 വശവും ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ഈ ചമ്മന്തി ഒന്ന് ഇട്ട് കൊടുക്കാട്ടോ. പരമാവധി കയ്യിൽ ഉപയോഗിക്കാണ്ട് ഈ ഒരു സംഭവം ചെയ്യണമെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും. ഇനി ഇതിന്റെ മുകളിലേക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് വേപ്പലയും ഒരു പച്ചമുളക് ഒന്നിങ്ങനെ ചരിച്ച് കട്ട് ചെയ്തതും കൂടി, പിന്നെ അതിന്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം, ഈ പീരക്ക് വേണ്ട ഒരു ഉപ്പും വെള്ളവും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി. ആ നാളികേരം ഒന്നിങ്ങനെ ചെറുതായിട്ട് മൊരിഞ്ഞ് വരണം. അതാണ് അതിന്റെ ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളിവെള്ളം കൂടി അതിന്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അതും കൂടെ ഒഴിച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പുളിയുടെ പച്ചമണക്കം മാറി നാളികേരം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ അതിന്റെ മുകളിലേക്ക് വന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത പരിപാടി കഴിഞ്ഞു. അതിലായ പീര മാത്രം മതിയിട്ട ചോറ് എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ.